ആന്റി, രണ്ടാമത് കൊണ്ടിട്ട തുണികളൊന്നും അവള് കഴുകിയിട്ടില്ല. ആങ്കാരല്ലേ അവള് കാണിച്ചത്. നമ്മളെ പേടിയില്ലല്ലോ അവക്ക്. ഭർത്താവും ഭർത്താവിന്റെ അച്ഛനും കൂടിയല്ലേ അവൾക്ക് വളം വെച്ച് കൊടുക്കുന്നേ. ഇനിയിപ്പൊ എന്നും അവൾക്ക് ഗർഭത്തിന്റെ ക്ഷീണമായിരിക്കും. പണിയൊന്നും എടുക്കൂല. എങ്ങനെ ഈ ഗർഭമൊന്നും ഇല്ലാണ്ടാക്കുക വിചാരിക്കാൻ ഞാൻ. നീ ഇവിടെ എങ്ങോട്ടാ പോകുന്നേ? ആകർഷിട്ട വീട് ഇതെന്താ കൊച്ചുകുട്ടികളെ ഇവിടെ ഇരിക്കേ, എന്റെ അടുത്തിരിക്കേ. അങ്ങനെ ഇരുന്നാ മതിയോ? ഇവിടുത്തെ ജോലിയൊക്കെ. നീ ഒന്നും ചെയ്യണ്ട, നീ എന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നാ മതി. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. അവളോ സ്റ്റെയർ കേസിൽ നിന്ന് വീണിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാത്തിനും ഒരു തീരുമാനമായനെ. പണ്ട് ഞാൻ വീണതുപോലെ ഇവളൊന്ന് വീണ് കിട്ടിയിരുന്നെങ്കിൽ മതിയായിരുന്നു. വരട്ടെ, ആദ്യം നമുക്കേ വേറെ എന്തെങ്കിലും വഴി നോക്കാം. അത് കഴിഞ്ഞ സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് വീഴിക്കാം. പതുക്കെ 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 ഇറങ്ങ്. പതുക്കെ പോ മോളെ. അതെ, ഇങ്ങനെ ചാടത്തുള്ളി ഇറങ്ങല്ലേ. ദേ, കുഞ്ഞിനാ എന്നെ ദോഷം ചെയ്യുന്നത്. പിന്നെ പണ്ടൊക്കെ രാവിലെ മുതൽ രാത്രി വരെ എല്ലാം മുറിയ പണിയെടുത്തിട്ടാ വന്നു കടന്ന് പ്രസവിക്കുന്നെ. കുഞ്ഞിനൊന്നും ഒരു കുഴപ്പം വരാറില്ല. അമ്മേ, പണ്ടത്തെ കാലമൊന്നുമല്ലല്ലോ അമ്മേ. ദേ, ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ഗർഭകാലത്ത് ഫുൾ റെസ്റ്റ് വേണം. അപ്പൊ ഇവിടുത്തെ ജോലിക്കാരെയും ഏട്ടത് ചെയ്യും. അല്ലാതെ ഈ അവസ്ഥയിൽ ഇവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് ശരിയാണോ മോളെ? ദേ, നീ ഒരു ജോലിയും ചെയ്യണ്ട. ദിവ്യേട്ടത്തി അമ്മയും കൂടെ എല്ലാ ജോലിയും ചെയ്തോളും. ഞാൻ വരുമ്പോ എനിക്ക് വിളമ്പി തന്നാ മാത്രം മതി. അല്ലാത്ത സമയം മൊത്തം നീ ചാരി കസര കിടന്ന് ചാരി കിടന്ന് ഉറങ്ങിക്കോ. ചാരിക്കിടന്നാ മാത്രം മതിയോ? വെഞ്ചാമരം വീശണ്ടേ? വീശിക്കോളൂ. അതെ, അത്തരം ആചാരങ്ങളൊക്കെ എന്റെ അമ്മയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിലേ അമ്മ ഇവർക്ക് വെഞ്ചാമരം വീശി കൊടുത്തോളൂ. പോരെ. ഇവിടെ ഞാൻ എന്തൊക്കെ ഇത്? മനസ്സിലായി. എന്താ വേണ്ടത് ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്തായാലും വിളിച്ചു പറഞ്ഞല്ലോ, സന്തോഷം. ആരാ ഏട്ടാ? സിസിലി ഡിസൂസ. ഓ, വെൽവിഷ്. അതൊക്കെ പൊളിഞ്ഞു. ഹോട്ടൽ ഉദ്ഘാടനത്തിന് വന്നപ്പോഴത്തേക്കേ അമൃത മുഖത്ത് നോക്കി ചോദിച്ചു, നിങ്ങളല്ലേ ഫോൺ ചെയ്യുന്ന ആളെന്ന്. പാവം, ആദ്യം ഒന്ന് എതിർത്തെങ്കിലും പിന്നെല്ലാം സമ്മതിച്ചു. ഇപ്പൊ എന്താ പ്രശ്നം? ആകാശിന്റെ ലോണിന്റെ കാര്യ. ബാങ്കിലെ ആൾക്കാർക്ക് കാശ് കൊടുത്തിട്ട് അത് പൊളിക്കാനുള്ള തയ്യാറെടുപ്പില്ല കലാവധി. ഇവർക്ക് ഇതെന്തിന്റെ സൂക്കേടാ? മനുഷ്യരെ ദ്രോഹിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക അവര്. ഇതുവരെ ചെയ്തൊന്നും ഫലം കണ്ടില്ലല്ലോ, അപ്പൊ പിന്നെ അവർക്ക് വാശി കൂടും. എന്നാ ജോസ് അവരുടെ പേര് പറഞ്ഞിരുന്നെങ്കിൽ അവരകത്തായനെ. അന്ന് എത്ര ശ്രമിച്ചിട്ടും പോലീസുകാരോട് അവൻ പേര് പറഞ്ഞില്ല. അമ്മ ഉറങ്ങിയോ? കിടന്നു. ആ, നാളെ ഡോക്ടറെ കാണണം. 10:30 എല്ലാം വിളിച്ചു പറഞ്ഞായിരുന്നു. ഇങ്ങോട്ട് വിളിച്ചോ? അപ്പൊ എന്തോ ഗൗരവമുള്ള കാര്യമാണല്ലോ. അതല്ലടി, ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോ എന്നെ വിളിച്ചു പറയാന്ന് പുള്ളി പറഞ്ഞിരുന്നു. അങ്ങനെ വിളിച്ചതാ.